പൈസാനട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടേസ്റ്റി ആയിട്ടുള്ള റൈസ് പ്രോൺസ് കേക്ക് ഉണ്ടാക്കിയല്ലോ. വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പ് പുട്ടുപൊടി, 3/4 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് വെള്ളം, 250 ഗ്രാം പ്രോൺസ്, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചത്. പ്രോൺസ് നന്നായി കഴുകി ഡിവൈൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തതാണ്. 3 പച്ചമുളക് നടുകെ കീറിയത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം ഉപ്പ്, 1-2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളം നാരങ്ങ നീര്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് പുട്ടുപൊടി വിതറിയിട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പുട്ടിന് വേണ്ടി തയ്യാറാക്കുന്ന മാവിൻ്റെ പരുവത്തിലാക്കി മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാ കടകളിൽ കിട്ടുന്ന പാക്കറ്റ് പുട്ടുപൊടിയാണ്. അതുകൊണ്ടാണ് ഈ അളവിൽ വെള്ളം എടുത്തത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു തരത്തിലുള്ളതിലും പുട്ടുപൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. എന്തായാലും പുട്ടെല്ലാം ഉണ്ടാക്കുന്ന അളവിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്ന 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുക. പെരുംജീരകം ഒന്ന് പൊട്ടി വന്ന അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, കുറച്ച് കറിവേപ്പില, 2 തണ്ടിൽ നിന്ന് 1 തണ്ട് 1.5 തണ്ടോളം കറിവേപ്പില ചേർക്കുന്നുണ്ട്. 2-3 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി സവാള നന്നായി വെന്ത് കളറൊന്ന് മാറി വരുന്നതുവരെ വേവിച്ചെടുക്കണം. സവാള നന്നായി വെന്ത് വന്ന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച പൊടിവറകൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പൊടികളുടെ പച്ചമണം മാറി വന്ന് മാറ്റി വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. ചെമ്മീൻ ചേർത്ത ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 5-6 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യരുത്. കാരണം ഈ ചെമ്മീൻ പെട്ടെന്ന് വെന്ത് റബ്ബറി ആയി പോവും. അവർ ചൂയി ഫീൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 5-6 മിനിറ്റിന് കൂടുതൽ കുക്ക് ചെയ്യരുത്. അതിൻ്റെ ഉള്ളിൽ ചെമ്മീൻ വെന്ത് വരും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ പ്രോൺസ് അടുപ്പത്ത് വെച്ച് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട. നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റിനടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒരു 30 സെക്കൻഡ് കൂടി നന്നായി ഇളക്കുക. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഒരു കേക്കിൻ്റെ മോൾഡ് എടുത്ത് കുറച്ച് ഓയിൽ എന്തെങ്കിലുമാക്കി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ മോൾഡ് തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ ഇതേപോലെ തന്നെ പുട്ടിൻ്റെ കുറ്റിയിലിട്ട് ചെമ്മീൻ പുട്ട് പോലെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിന് തട്ടിലേക്ക് ഇട്ടിട്ടും ചെയ്യാം. കേക്കിൻ്റെ മോൾഡ് എടുത്ത് ആദ്യത്തെ ലെയറായിട്ട് കുറച്ച് തേങ്ങ വിതറിയിട്ട് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട ശേഷം കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് പ്രോൺസ് മിക്സ് ചേർത്ത് കൊടുക്കുക. സൈഡിലേക്ക് ഒരുപാട് സ്പ്രെഡ് ചെയ്യേണ്ട. ഒരുപാട് സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ മാവ് 2 സൈഡിലേക്ക് കട്ടായി പോരും. ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ബാക്കി പുട്ടിൻ്റെ മാവ് കൂടി മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് ഫില്ല് ചെയ്യുക. എല്ലാ സൈഡും നന്നായി ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഇഡ്ഡലി തട്ട് വെച്ച് വെള്ളം ചൂടായി വന്ന് അതിലേക്ക് ഒരു തട്ട് ഇറക്കി വയ്ക്കാം.
അതിനുശേഷം വളരെ സൂക്ഷിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് മോൾഡ് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം 15 മിനിറ്റോളം മൂടി അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് അടുപ്പത്ത് നിന്ന് മാറ്റിയെടുക്കാം. 15 മിനിറ്റിന് ശേഷം അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റി വെച്ചതാണ്. നല്ല തിക്കായിട്ടുള്ള മസാലയും അതേപോലെ അതിൻ്റെ മുകളിൽ തേങ്ങയും റൈസും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റുള്ളൊരു വിഭവമായും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.